പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. That time, ആ സമയം, ലൂക്ക 12:12 ആ സമയം, അതിൽ ചില സമയത്ത് പരിശുദ്ധാത്മാവും പ്രവർത്തിക്കാം, ചിലപ്പോൾ ദുഷ്ടാരൂപിയും പ്രവർത്തിക്കാം. The one and a particular same time. ചിലപ്പോൾ അതിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും, ചില സമയത്ത് അതിൽ ദുഷ്ടാരൂപി പ്രവർത്തിക്കും. എങ്ങനെയാണത്? നിൻ്റെ വിശ്വാസത്തിൻ്റെ നിലവാരം അനുസരിച്ച്. ഒരു ടൈമാണ്. ഇപ്പം ബാങ്ക് മാനേജർ പറയുകയാണ് ജപ്തി നടപടി എന്ന് പറയും. അത് ദുഷ്ടാരൂപി, നശിപ്പിൻ്റെ അരൂപി ആണ് പ്രവർത്തിക്കുന്നത്. എന്താണ്? 10 യോഹന്നാൻ 10:10 കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളം വരുന്നത്. ഇപ്പോൾ വാദി പ്രതിയാകണ രീതിയിൽ ജഡ്ജ്മെൻ്റ് ഉത്തരം പറഞ്ഞാൽ എന്ത് ചെയ്യും? ആ ജഡ്ജി അന്ന് ഉത്തരം പറഞ്ഞിരുന്നെങ്കിൽ, അന്ന് മാതാവിനെ അഡ്വക്കേറ്റായിട്ട് ആ ജഡ്ജിയുടെ പുറകിൽ കൊണ്ട് നിർത്താതിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ജഡ്ജി ആ വാദിഭാഗം വക്കീൽ വായിക്കുന്നതനുസരിച്ചുകൊണ്ട് ജഡ്ജ്മെൻ്റ് എഴുതിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിജയകുമാർ അകത്തു പോകും, ജയിലിൽ പോകും. കാരണം ക്രിമിനൽ കുറ്റമാണ്. ഒടേക്കാരൻ ജയിലിൽ പോകും. അപ്പോൾ ഒരേ സമയം തന്നെ പരിശുദ്ധാത്മാവും പ്രവർത്തിക്കാം, ഒരേ സമയം തന്നെ ദുഷ്ടാരൂപിയും പ്രവർത്തിക്കാം. അതുകൊണ്ടാണ് ഈശോ പറയുന്നത് ഇതിന് ദ ടൈം ഓഫ് വിസിറ്റ് എന്ന് പറയും. ടൈം ഓഫ് വിസിറ്റ്, ദാറ്റ് ടൈം 12:12 ദാറ്റ് ടൈം, ആ സമയം എന്ന് പറയണത് ലൂക്ക 19:44 എന്താണ് പറയണത്? അത് 19:44 നിന്നെയും നിൻ്റെ മക്കളെയും നശിപ്പിക്കുകയും നിന്നിൽ കല്ലിന്മേൽ കല്ല് ശിക്ഷിക്കാതിരിക്കുകയും ചെയ്യും. എന്തെന്നാൽ നിൻ്റെ സന്ദർശന ദിനം നീ അറിഞ്ഞില്ല. അതാണ് കുഴപ്പം. നാശം വെറുതെ വന്നതല്ല, മറിച്ച് ദൈവത്തെ അറിയാത്തത് മൂലം വരുന്നതാണ്. അതായത് നമ്മൾ ഇരുന്ന് മേടിക്കണമെന്ന് പറഞ്ഞില്ല, അതാണ് സംഭവം. ബാങ്കിലായാലും അഡ്മിഷനായാലും കോളേജിലായാലും എവിടെയായാലും ആശുപത്രിയിലായാലും നമ്മൾക്ക് മോശമായ സമയത്തെ നല്ല സമയമായി മാറ്റാം. എങ്ങനെ സമയമായി മാറ്റും? കർത്താവിൻ്റെ സമയമാണതെന്ന് നീ ആ സമയത്തിൽ കർത്താവിൽ പ്രഖ്യാപിക്കണം. ആൻഡ് ദിസ് ടൈം, ദ ടൈം ഓഫ് ജീസസ് എന്ന് നീ പറയണം. ഇത് സാത്താൻ്റെ സമയമല്ല, ഇതെൻ്റെ കർത്താവിൻ്റെ സന്ദർശനത്തിൻ്റെ സമയമാണ്. 19:44 അനുസരിച്ച് കൊണ്ട് ഞാൻ നിൽക്കുന്നത് കർത്താവിൻ്റെ സന്ദർശന സമയമാണ്. അവിടെ ഞാനല്ല പ്രവർത്തിക്കേണ്ടതെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ ആയിരിക്കുകയില്ല. 12:12 ലൂക്ക, എൻ്റെ പിതാവിൻ്റെ പരിശുദ്ധാത്മാവായിരിക്കും നിങ്ങൾ വഴി സംസാരിക്കുക. കൈയിടിച്ച് കർത്താവ് ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ സമയം റിയലൈസ് ചെയ്യാനുള്ളൊരു കഴിവുണ്ട്. അത് പ്രധാനപ്പെട്ടതാണ്. വിശ്വാസം ഇറ്റ് ഇസ് നോട്ട് എ സിമ്പിൾ തിങ്. വിശ്വാസം അത്രയ്ക്ക് വിശ്വാസത്തെക്കുറിച്ച് പഠിച്ചില്ലെങ്കിൽ വിശ്വാസം കൊണ്ട് ഉള്ള മുഴുവൻ പ്രയോജനം നമുക്കുണ്ടാകത്തില്ല. പറഞ്ഞ മനസ്സിലായോ? ഇപ്പം ഹെബ്രായർ 11:20 എന്താ പറയണത്? അല്ല 4:2 എന്താ പറയണത്? നീ കേട്ട വചനം നിനക്ക് പ്രയോജനപ്പെട്ടില്ല. കാരണം എന്താണ്? നീ അതിൽ വിശ്വസിച്ചില്ല. ഇപ്പം വിശ്വാസത്തിൻ്റെ ഉണ്ടാകുന്ന പ്രയോജനം എന്ന് പറയണത്, നമ്മൾക്ക് വിശ്വാസത്തെക്കുറിച്ച് കൃത്യമായ കാര്യങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ വിശ്വാസം കൊണ്ടുണ്ടാകുന്ന പല കാര്യങ്ങളും നമുക്ക് പ്രയോജനപ്പെടത്തില്ല. കുറച്ച് കാര്യങ്ങളൊക്കെ പ്രയോജനപ്പെടുന്നല്ലാതെ 100% കാര്യങ്ങൾ നമുക്ക് പ്രയോജനപ്പെടുത്തില്ല. ഇപ്പോൾ ഉദാഹരണത്തിന്, ഇപ്പോൾ നീ വിശ്വസിക്കുന്നു, ഞാൻ ഈ ടൈമിനെ കുറിച്ച് പറഞ്ഞില്ലേ, ടൈം എന്ന് പറഞ്ഞത് ഒരു കോൺഷ്യസാണ്. കോൺഷ്യസ് മാത്രമല്ല, പ്രഖ്യാപിക്കണം.
നീ നിൽക്കുന്ന സമയത്ത് ഇതെൻ്റെ കർത്താവിൻ്റെ സമയമാണ്. ബാങ്കിലായാലും കോടതിയിലായാലും ദിസ് ടൈം ഇസ് ദ ടൈം ഓഫ് ജീസസ് ആൻഡ് മൈ ജീസസ്. കർത്താവേ, നീ സമയത്തിൻ്റെ രാജാവാണ്, ഈ സമയത്ത് നീ പ്രവർത്തിക്കാം. അപ്പോൾ ഞാനായിരിക്കില്ല, അങ്ങനെ പരിശുദ്ധാത്മാവാണ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുകയെന്ന് അങ്ങ് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഐ ബിലീവ് ഇറ്റ്. ഞാനതിൽ വിശ്വസിക്കുന്നു എന്ന് പറയണം. ഞാനതിൽ വിശ്വസിക്കുന്നുവെന്ന് പറയണം. അതെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വിശ്വസിക്കുന്നുവെന്ന് പറയാൻ ഇച്ചിരി സമയമെടുക്കും. എല്ലാവർക്കും അങ്ങനെ കയറി വിശ്വസിക്കുന്നു പറയാം. ചില ആൾക്കാർ 2 കൊല്ലം കഴിഞ്ഞേ പറയത്തുള്ളൂ. എൻ്റെ മക്കളെ, വിശ്വസിക്കുന്നുവെന്ന് പ്രഖ്യാപിക്കണമല്ല, യേശു കർത്താവാണെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ദൈവം യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവനെ മരിച്ചോ നീർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യണില്ലേ? അതിന് പോലും ഹൃദയത്തിൽ വിശ്വസിക്കാം, പക്ഷെ അധരം കൊണ്ട് ഏറ്റുപറയാൻ നിങ്ങളെടുക്കുന്ന ടൈമില്ലേ, ആ ടൈമാണ് നിങ്ങളുടെ രക്ഷകനോ കൊലയാളിയോ. ആ ടൈം ഈസ് ഒരു പക്ഷേ നിങ്ങൾ എടുക്കണ സമയം അതൊന്നെങ്കിൽ നിങ്ങളെ ഒരു വിശ്വാസം പ്രഖ്യാപിക്കാൻ, റോമ 10:9 അനുസരിച്ച് വിശ്വാസം പ്രഖ്യാപിക്കാൻ നിങ്ങളെടുക്കണ സമയം, എടുക്കണ സ്പാൻ ഓഫ് ടൈം, ആ സ്പാൻ ഓഫ് ടൈമാണ് നിങ്ങളുടെ രക്ഷകനോ കൊലയാളിയോ ആയിട്ട് വർക്കൗട്ട് ചെയ്യുക. ഒരു ഉദാഹരണം പറയാം. ഇപ്പോഴ് ലാസർ മരിച്ചു. നമ്മൾ നാട്ടുകാർ പറഞ്ഞ പോലെ പശുവും ചത്തു, മോരിലെ പുളിയും കെട്ടു. മത്തായിയുടെയും മറിയത്തിൻ്റെയും കുടുംബത്തിൽ യഹൂദന്മാരെ ഒന്ന് വഴിയാവണ്ണം ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മർത്താവും മറിയ ഇവരുടെ ആശ്വാസം എല്ലാം കേട്ട് അങ്ങനെ നിലയം പിടിച്ച് അകത്തിരിക്കുകയാണ്. ഇതൊരു ടൈമാണ്, നശിപ്പിൻ്റെ ഒരു ടൈമാണ്. അവർ വന്ന് എന്തെല്ലാം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടാവും. യഹൂദന്മാരുടെ രീതി അനുസരിച്ച് ലിഡിയയുടെ മരണത്തിന് ചെല്ലുമ്പോൾ അവളെടുത്തുനിന്ന് ഉടുപ്പൊക്കെ കാണിക്കുന്നുണ്ട് അവിടെ. യഹൂദന്മാരുടെ ഒരു രീതിയാണത്. കരയുന്നവരെ വീണ്ടും കരയിപ്പിച്ചെടുക്കും. കുഴലുത്തുകാരൊക്കെ പിടിച്ചിട്ട് കരയുന്നവരെ വീണ്ടും കരയിപ്പിച്ചെടുക്കും. എന്നിട്ട് ആ ഒരു കാലം, സങ്കടത്തിൻ്റെ കാലം ആ കുടുംബത്തിൽ നിലനിർത്തിയെടുക്കുക എന്നുള്ളതാണ്, ആ മരിച്ചുപോയ വ്യക്തിക്ക് ഒരു പ്രാധാന്യം കിട്ടുക എന്നുള്ളതാണ് ഇവരുടെ മാനുഷികമായ ലക്ഷ്യങ്ങൾ. ഇങ്ങനൊരു ടൈമാണ് ലാസറിൻ്റെ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോഴുണ്ട് ആരോ വന്ന് പറഞ്ഞു, ജീസസ് ഈസ് കമ്മിങ്. കർത്താവ് വരുന്നു. കർത്താവ് വരുന്നുവെന്ന് കേട്ടത് ഉടനെ ചടേന്നാണ് മാർത്ത എഴുന്നേക്കണത്. ഒരു തുള്ളി പോലും സമയം എടുക്കണില്ല, അതിന് ഒരു തുള്ളി പോലും സമയം എടുക്കണില്ല. മാർത്ത എഴുന്നേക്കാൻ സമയം എടുത്തില്ല എന്ന് യോഹന്നാൻ പറയുന്നുണ്ട്. അതിന് യോഹന്നാൻ പ്രത്യേകം പറഞ്ഞ കാര്യം, മറിയം വീട്ടിൽ തന്നെ ഇരുന്നെന്നാണ് പറയുന്നത്, പോയില്ലേ. പണ്ട് കർത്താവിൻ്റെ അടുത്തിരുന്ന് വേലമടിച്ച് പണി ചെയ്യാൻ മടിയായത് കാരണം വചനം കേട്ടുകൊണ്ടിരുന്നിട്ട് കർത്താവിലേക്ക് നിന്ന് കള്ളത്തരത്തിൽ ഗുഡ് സർട്ടിഫിക്കറ്റ് മേടിച്ച പാർട്ടിയാണ്. പക്ഷേ ജീവിതത്തിൽ ക്ലേശങ്ങൾ വന്നപ്പോൾ ഇവിടെ റെസ്പോണ്ട് നോക്കിയേ. 11:20 11:20 യോഹന്നാൻ 11:20. അതായത് ആ വചനത്തിൻ്റെ, അതായത് കർത്താവ് വരുന്നുവെന്ന് കേട്ടപ്പോൾ തന്നെ മാർത്ത എഴുന്നേറ്റ് പോയി അവനെ സ്വീകരിച്ചു. അത്രേ പറഞ്ഞാൽ മതിയല്ല. പക്ഷെ അതിൻ്റെ താഴെ എഴുതിയിട്ടുണ്ട്, മറിയം സമയം എടുത്തു. മറിയം വീട്ടിൽ തന്നെ ഇരുന്നു. അപ്പം വിശ്വാസം പ്രഖ്യാപിക്കാൻ എടുക്കുന്ന സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നെങ്കിലും വിശ്വസിച്ചിട്ട് കാര്യമില്ല, അത് ഈ സമയമാണ്. നിങ്ങൾ നോക്കൂ, 4 മാസം കഴിയുമ്പോൾ കൊയ്ത്തായി അല്ല, ദാറ്റ് ഈസ് നൗ, അതിപ്പോൾ തന്നെയാണെന്ന്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രകൃതിയുടെ നിയമങ്ങളെപ്പോലും അട്ടിമറിച്ചുകൊണ്ട് അത് നൗ ആക്കി തരും. നമുക്ക് സമയമായില്ല എന്ന് പറയുമ്പോൾ അമ്മ പറയും, ആകാത്ത സമയത്ത് ആക്കിയെടുക്കാം, നൗ ആക്കാം. എന്ത് ചെയ്യണം? അവൻ പറയണ പോലെ ചെയ്യണം. അവൻ പറയണ പോലെ ചെയ്യണമെങ്കിൽ
എന്ത് വേണം? ദൈവസ്നേഹം വേണം, വിശ്വാസം വേണം, പ്രത്യാശ വേണം. അതിപ്പം തന്നെ വേണം. അത് ഓൺ ടൈമിൽ പ്രഖ്യാപിക്കണം. ചില ആൾക്കാരൊക്കെ ഉടമ്പടി എടുക്കും. എന്നിട്ട് ഉടമ്പടി നേർച്ച വസ്തു എല്ലാം കൊണ്ട് വീട്ടിൽ പരുവത്തിലങ്ങനെ പകുതി വെക്കും. അപ്പോൾ അതിൻ്റെ കൂടെ പോയ ആൾക്കാർ ഉടമ്പടി എടുത്തവർ ചോദിക്കും, ചേച്ചി പ്രാർത്ഥിക്കാൻ തുടങ്ങിയാ? ഇല്ല പ്രാർത്ഥിക്കണം വരട്ടെ, ഇല്ല പ്രാർത്ഥിക്കണം വരട്ടെ എന്ന് ആ ചേട്ടത്തിൻ്റെ കാര്യം പോക്കാൻ. എന്താ കാര്യം? ഷീസ് ടേക്കിംഗ് ടൈം. ചില ആൾക്കാർ ഉടമ്പടി എടുക്കുമ്പോൾ കൃപാസനത്തിൽ തന്നെ പ്രത്യക്ഷയുടെ പ്രാർത്ഥന തുടങ്ങി പ്രാർത്ഥിക്കാൻ തുടങ്ങും. അവരെടുക്കാൻ ടൈമാണത്, അതെടുക്കാൻ ടൈമാണ്. അപ്പം നമ്മൾ അത് നടപ്പിൽ വരുത്തുന്നതിന് എടുക്കുന്ന ടൈമില്ലേ വളരെ പ്രധാനപ്പെട്ടതാണ്. മർത്ത എടുക്കണേ, മർത്ത ഒരു ടൈം എടുത്തില്ല. ആണും പോയി, തൂണും പോയി, തുണയും പോയി, എല്ലാം പോയി. നശിച്ച് നാറാണക്കല്ലും പിറക്കി നിൽക്കുമ്പോഴാണ് കർത്താവ് കമ്പം കഴിഞ്ഞ് കാറ്റ് ഊതിയപ്പോൾ വരണത്. ഇത്രയും ഒരു വിശ്വാസത്തിൽ കർത്താവ് ഇവിടെ ഉണ്ടായിരുന്ന ആൾ ഇവിടെ ഇല്ലാത്തൊരവസ്ഥ വന്നിട്ട് ഇവർക്ക് നീരസമോ കോപമോ സങ്കടമോ ഒക്കെ വരാം. അതവരുടെ മാനുഷിക വിഷയം. മാർത്ത അതൊന്നും പ്രകടിപ്പിക്കത്തില്ല. മാർത്ത നേരെ ചെന്ന് കർത്താവോട് പറയും, ആദ്യമേ കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നെന്ന് പറയും. ഉടനെ കർത്താവ് പറയും, നിൻ്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. അപ്പം മാർത്ത ഉടനെ പറയും, ഉവ്വ യെസ് ജീസസ്, അന്തിമ നാളിൽ പുനരുദ്ധാന ഘട്ടത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് എനിക്ക് അറിയാമെന്ന് പറയും. അപ്പോൾ ഈശോ പറയും, ഐ ആം ദ ലൈഫ് ആൻഡ് റിസറക്ഷൻ. ഞാനാകുന്നു ജീവനും പുനരുദ്ധാനവും. നീ അത് വിശ്വസിക്കുന്നു? യെസ് യെസ് മൈ ലോർഡ് എന്നിവളിങ്ങനെ പെട്ടെന്ന് പറയും. യെസ്, നീയാണ് ജീവൻ, നീയാണ് പുനരുദ്ധാനമെന്ന്. യെസ് മൈ ലോർഡ്, ഐ ബിലീവ് എന്ന് പറയും. അപ്പോഴെന്താ പറഞ്ഞ, ലാസറസ് എന്ന് വിളിക്കും കർത്താവ്. അതിന് ശേഷമാണ് ഇവളിത് പ്രഖ്യാപിച്ച് കഴിഞ്ഞാണ് മേരി പതുക്കെ മുടിയൊക്കെ ചീകി ഉടുപ്പൊക്കെ എടുത്തിട്ട് ആഘോഷമായിട്ട് വരുന്നത്. അവൾ ഇതൊക്കെ തന്നെ പറയുമെങ്കിലും പ്രയോജനം ഇല്ലാതെ പോയി. എന്താ കാര്യം? ലോകത്തെ ഞെട്ടിച്ച വെളിപാട് കിട്ടിയത് ആർക്കാം? മാർത്തായ്ക്കാണ്. ലോകത്തെ ഞെട്ടിച്ച, അഥവാ ഇനി വേറെ ലോകം ഇവിടെ ഉണ്ടാകാൻ പോകുന്നു. മനുഷ്യൻ മരണത്തോടെ ഒന്നും അവസാനിക്കുന്നില്ല. യേശു അതെല്ലാം തിരുത്താൻ പോകുന്നു. യേശുവിനാൽ തിരുത്തപ്പെട്ട ലോകത്തിൻ്റെ ഭാഗധേയത്തെക്കുറിച്ച് പ്രഖ്യാപിക്കുന്ന സ്വർഗീയ വെളിപാട് കേട്ടതാരാണ്? എന്നെ സ്നേഹിക്കുന്നവൻ ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തും. അതല്ലേ സംഭവിച്ചു നടന്നിവിടെ? എന്നെ സ്നേഹിക്കുന്നവനെ ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തും. ആരാണ് സ്നേഹിച്ചത്? മാർത്ത. ഇപ്പം 14:21 വചനമില്ലേ? യോഹന്നാന്റെ സുവിശേഷത്തിൽ 14:21 എന്താ പറയണത്? എന്നെ സ്നേഹിക്കുന്നവനെ ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തും. ആർക്കാണ് വെളിപ്പെടുത്തിയത്? മറിയത്തിനാണോ മാർത്തായ്ക്കാണോ? മാർത്തായ്ക്കാണ് വെളിപ്പെടുത്തിയത്. എന്താ കാര്യം? അധികം സ്നേഹിക്കുന്നവരെ. അതായത് നിങ്ങൾ ഒരു വിഷയം വിശ്വാസത്തിലെടുക്കുന്ന സമയം നിങ്ങളുടെ അതും ദൈവത്തോടുള്ള നിങ്ങളുടെ സ്നേഹവും ആനുപാതികമായിരിക്കും. നിങ്ങളെ വിശ്വസിക്കാൻ സമയമെടുത്താൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ദൈവത്തുമായിട്ട് അത്ര കണ്ട് വലിയ അടുപ്പത്തിലല്ല എന്നതിൻ്റെ അർത്ഥം. പാതാന്തത്തിലിരിക്കാം, വചനം കേട്ടാം, വായിട്ട് നോക്കാം, ഒരു കഥയും ഇല്ലെന്നർത്ഥം. എന്താണ് മറിയത്തിന് സംഭവിച്ച കണ്ടില്ലേ? അവൾക്ക് വെളിപാട് കിട്ടി. അവൾ വന്നു, പക്ഷെ വെളിപാട് കിട്ടിയില്ല. വെളിപാട് ആർക്കാ കിട്ടിയത്? റിസറക്ഷൻ ആൻഡ് ലൈഫ്.
ഞാനാണ് പുനരുത്ഥാനം, ഞാനാണ് ജീവൻ എന്നുള്ള വെളിപ്പാട് കിട്ടിയത് ആർക്കാ? മാർത്തായ്ക്ക്. എന്താ കാരണം? 11:25 യോഹന്നാൻ്റെ സുവിശേഷം, ഞാനാണ് പുനരുത്ഥാനം, ഞാനാണ് ജീവൻ എന്നുള്ള വെളിപാട് കിട്ടിയത് ആർക്കാ? മാർത്തായ്ക്ക്. എന്താ കാര്യം? മാർത്ത നേരത്തെ ഓടി വന്നത്, ആ മറിയത്തേക്കാൾ നേരത്തെ വന്നത് കർത്താവിനുള്ള സ്നേഹമായിട്ട് കർത്താവ് കണക്കാക്കുന്നു. സമയം ചുരുക്കുന്നതനുസരിച്ച് നിൻ്റെ സ്നേഹത്തെ ദൈവം അളക്കും. ഇപ്പോൾ ഉടമ്പടി നീ എടുത്തു കഴിഞ്ഞാൽ, നീ ഉടമ്പടി ഇന്ന് തന്നെ പ്രേക്ഷിത പ്രവർത്തനം തുടങ്ങി, ഇന്ന് തന്നെ നീ അതുപോലെ തന്നെ കുമ്പസാരിക്കാൻ പോയി, ഇന്ന് തന്നെ കുർബാന സ്വീകരിച്ച്, ഇന്ന് തന്നെ നീ പ്രേക്ഷിത കർത്താവിൻ്റെ കൃപാവന പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? അത്ര കണ്ട് നീ ദൈവത്തെ സ്നേഹിക്കുന്നുവെന്നാണ്. നീ എടുക്കുന്ന സമയവും നിനക്കുള്ള സ്നേഹവും തമ്മിൽ ആനുപാതികമാണ്. ഭയങ്കര കണക്റ്റഡാണ് വിഷയം. ഈ കണക്റ്റഡാണ് കാര്യം. അധികം സ്നേഹിക്കുന്നു എന്നുള്ള വിഷയമാണ്. അത് സമയത്തിലാണ് വരുന്നത്. നമ്മൾ ദൈവത്തെ അധികം സ്നേഹിക്കുന്നു എന്നുള്ള ചോദ്യമുണ്ട്. യോനായുടെ പുത്രനായ ശെമയോനെ, ഇവരെക്കാൾ അധികം നീ എന്നെ സ്നേഹിക്കുന്നുവോ? അതാണ് പ്രശ്നം. അധികം സ്നേഹിക്കുന്നത് വിഷയമാണ്. അത് എടുക്കുന്ന സമയമനുസരിച്ചിരിക്കും. സമയവും സ്നേഹവും തമ്മിൽ ഭയങ്കര ബന്ധമാണ്. അധികം സ്നേഹിക്കുന്നവരോടാണ്, അവർക്കാണ് കർത്താവിൻ്റെ അടുത്ത് കൂടെ ഇരിക്കാനും കർത്താവിൻ്റെ ചുമതലയുള്ളതും താക്കോല് കിട്ടുന്നതും അധികാരം കിട്ടുന്നതും ഒക്കെ. ഒന്ന് ശ്രദ്ധിക്കട്ടെ മക്കളെ. യേശുസ്വസ്ഥം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് അതായത് ഇപ്പൊ തന്നെ പത്രോസിന്റെ വിഷയം എടുത്താലേ, അതായത് യോഹന്നാന്റെ സുവിശേഷം 21:7 എന്നാ പറയണത്? അത് കർത്താവാണെന്ന് 21:6 തന്നെ യോഹന്നാന് മനസ്സിലാവും. തിബേരിയസ് കടലിൻ്റെ തീരത്ത് നിൽക്കുന്നത് കർത്താവാണ് വെളുപ്പാങ്കാലത്ത്. പക്ഷെ ആ കക്ഷിയുടെ കള്ളത്തരങ്ങളെല്ലാം പുറത്തു വരുന്നത് അവിടെ വെച്ചാണ്. ഇവൻ പണ്ട് നെഞ്ചത്ത് കിടന്ന കക്ഷിയാണ് കർത്താവിൻ്റെ. അത് ചുമ്മാ ആക്കിയതാണെന്ന് തോന്നണം. അതല്ല, ഈ യോഹന്നാൻ തന്നെ അയാൾ കർത്താവിൻ്റെ വലിയ ആളാണെന്ന് പറഞ്ഞ് എപ്പോഴും എഴുതി വെക്കുമ്പോൾ ആർക്കതിന് സംശയം തോന്നും. പക്ഷെ അങ്ങനെ ഒന്നും പ്രഖ്യാപിച്ചിട്ട് കാര്യമില്ല. ഓരോ വിഷയങ്ങളുള്ള പ്രതികരണമാണ്. യോഹന്നാനെ കർത്താവിനെ മനസ്സിലായി, പക്ഷേ അത് കർത്താവാണെന്നറിഞ്ഞപ്പോൾ വേറെ ഒരുത്തൻ്റെ ലക്ഷണം മാറി. അവൻ തുണിയില്ലാതെ നിൽക്കിയിരുന്നു. ആ ടക്കേന്ന് തുണിയെടുത്ത് ഉടുത്തിട്ട് ഒറ്റ ചാട്ടം. അവൻ സമയമെടുക്കണില്ല, അവൻ സമയമെടുത്തില്ല. അത് കർത്താവാണെന്നറിഞ്ഞിട്ട് അപ്പം തന്നെ തുണി നഗ്നനായിരുന്ന കൊണ്ട് പ്രങ്കുപ്പായം വരച്ച് വിട്ടിട്ട് കടലിലേക്ക് ചാടി തൽക്ഷണം. അവൻ ടൈം എടുക്കണില്ല. എന്നിട്ട് പിന്നീട് വചനം എന്താ പറയണത്? ഇപ്പം 21:15 വരുമ്പോൾ മറ്റ് ശിഷ്യന്മാർ പുറകെ വന്നു. അതാണ് സംഭവം. മറ്റു ശിഷ്യന്മാർ പുറകെ വന്നു, സമയമെടുത്തു. അപ്പോഴൊരു ചോദ്യം ചോദിച്ചു, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? ഇറ്റ് ഈസ് വെരി എക്സ്പ്ലിസിറ്റ്. അവിടെ വിഷയം വന്നത്, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? തീർച്ചയായിട്ടും. അവിടെ കത്താഴത്തിൽ ഇരിക്കുമ്പോൾ നമ്മളൊരക്കും യോഹന്നാൻ വന്ന് കർത്താവിൻ്റെ പക്ഷത്ത് കിടക്കുമ്പോൾ ഉറക്കും ഇവനാണ് കർത്താവിൻ്റെ വലിയ ഗുണാണ്ടറന്ന് ഒരു കഥയുമില്ല. ജീവിത പ്രശ്നങ്ങളോടെ, ജീവിത വിഷയങ്ങളോടെ നീ കർത്താവിനുള്ള സ്നേഹത്താൽ നീ വചനം നടപ്പിൽ വരുത്താൻ എടുക്കുന്ന സമയമാണ് നിൻ്റെ പ്രഖ്യാപനത്തെക്കാൾ വലിയ പ്രഖ്യാപനം. അപ്പോൾ കർത്താവ് ചോദിക്കുന്ന ചോദ്യമാണ്, ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? അപ്പോൾ അത് വിഷയമല്ലേ? അതൊരു വിഷയമല്ലേ?
നമ്മൾ എല്ലാവരെക്കാൾ ഉപരിയായ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ ആ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് എങ്ങനെയാണ്? നമ്മൾ കർത്താവിൻ്റെ അടുത്ത് വരാനും കർത്താവിനെ കണ്ടുമുട്ടുമ്പോൾ നമ്മൾ അതിനു വേണ്ടി പ്രവർത്തിക്കാൻ എടുക്കുന്ന സമയം, അത് നാളെ ചെയ്യാം മറ്റന്നാൾ ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റി വെക്കുന്നതനുസരിച്ച് കൊണ്ട് നിൻ്റെ സ്നേഹമാണ് നീ അളക്കാൻ വേണ്ടി ദൈവത്തിന് കൊടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ കുഴപ്പം വരും. 6:36 വർക്കൗട്ട് ചെയ്യും. ലുക്കായുടെ സുവിശേഷം, നീ അളക്കുന്ന കോല് കൊണ്ട് തന്നെ നിനക്കും അളന്ന് കിട്ടും. നീ ദൈവത്തെ സാവധാനമാണ് സ്നേഹിക്കുന്നതെങ്കിൽ ദൈവം നിന്നോട് സാവധാനത്തിലായിരിക്കും. അതുകൊണ്ട് ഈശോ പറഞ്ഞത്, നീ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിനക്ക് അളന്ന് കിട്ടും. നമ്മൾ 6:36 ലുക്ക വായിക്കുന്നില്ലേ? ഇപ്പം എപ്പോഴും ശ്രദ്ധിക്കുന്നത്, ഉടമ്പടി എടുത്തിരിക്കുന്ന മനുഷ്യരെ ഉടമ്പടി സ്പീഡും ഉടമ്പടി സമയവും തമ്മിൽ വല്ലാത്ത ഒരു ബന്ധമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം ഉടമ്പടി എടുക്കാതിരിക്കുന്നവരും ജീവിതത്തിൽ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാനും ദൈവത്തിന് സാക്ഷ്യം വഹിക്കാനും സുവിശേഷത്തിൻ്റെ സാക്ഷികളാകാനും പ്രേക്ഷിതരാകാനും യു ഡോണ്ട് ടേക്ക് എനി ടൈം. സമയമെടുക്കരുത്. കാര്യം അത് അളക്കപ്പെടുന്നത് നിനക്ക് ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. നീ ഒന്നിനും സമയമെടുക്കരുത്, പെട്ടെന്നായിരിക്കണം. കാര്യം അത് അളക്കപ്പെടുന്നത് നിനക്ക് ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. ശ്രുതികട ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എല്ലാവരും എഴുന്നേൽക്കുക. യൂട്യൂബിലൊക്കെ ധ്യാനം കൂടുന്നവരെ എഴുന്നേറ്റ് നിൽക്കുക. രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. മക്കളെ ദൈവം അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കുക. നിങ്ങളുടെ ഉടമ്പടി വിഷയങ്ങൾ, നിങ്ങളുടെ ലൈറ്റ് അക്കാൻഡിൽ വിഷയങ്ങൾ, നിങ്ങളുടെ തീർത്ഥാടന ഉടമ്പടി വിഷയങ്ങൾ, നിങ്ങളുടെ ഓൺലൈൻ ഉടമ്പടി വിഷയങ്ങൾ, നിങ്ങൾ ഉടമ്പടി എടുക്കാത്തവരാണെങ്കിൽ ഉടമ്പടി എടുക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ഇപ്പോഴും പ്രാർത്ഥനയിൽ കൂടുന്ന വിഷയങ്ങൾ, ഈ പ്രാർത്ഥന ഏതെല്ലാം നാളിൽ എപ്പോഴെല്ലാം ആരെല്ലാം കൂടുന്നു അവർക്കെല്ലാം ഇത് വലിയ അനുഭവമായി അനുഗ്രഹമായി മാറാൻ കർത്താവിൻ്റെ കൃപ ഈ ആരാധന നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രുതികട ഹല്ലേലൂയ. നല്ലവനായ ഈശോയുടെ ഉന്നതമായ നാമത്തിന് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ അങ്ങ് മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ കർത്താവെ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. 35 വർഷമായി ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാണ് കർത്താവെ. അങ്ങയുടെ ദൃശ്യത്തിന് ഞങ്ങളുടെ കാരുണ്യത്തിനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. അനേകം രോഗികൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവെ. ആ രോഗിയുടെ മേലെല്ലാം അങ്ങയുടെ വിശുദ്ധമായ തിരുമുറിവാർന്ന ഭരതകരം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഏതെല്ലാം ഉള്ളം കാലം മുതൽ ഉച്ചവരെ മക്കളനുഭവിക്കുന്ന ഓരോ രോഗികളെ, ഹൃദയ രോഗികള്, കരട് രോഗികള്, പാൻക്രിയാസ് രോഗികള്, തൈറോയ്ഡ് രോഗികള്, ശിരസംബന്ധമായ രോഗികള്, ചെവി സംബന്ധമായ രോഗികളെ, കണ്ണ് കാണാൻ പാടില്ലാത്തവർ, കണ്ണ് കാഴ്ചക്കുറവുള്ളവരെ, തിമിരം കയറി വളരുന്നവരെ, അങ്ങനെ എല്ലാ വ്യത്യസ്തമായ രോഗികളെ അങ്ങ് സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ ആരാധനയിൽ പ്രാർത്ഥിക്കുന്ന അനേകം മക്കളുടെ പ്രാർത്ഥനയുടെ പ്രത്യാശയെ അങ്ങയുടെ തിരുസനെ സമർപ്പിച്ചുകൊണ്ട് അമ്മമാതാവിന് മധ്യസ്ഥ പ്രാർത്ഥിക്കുക കർത്താവ്. വാദ്യ രോഗികൾ, അസ്ഥി രോഗികൾ കർത്താവ്, പെസ്റ്റുല രോഗികൾ, പിസിഒഡി രോഗികൾ കർത്താവ്, അങ്ങയുടെ തിരുസനെ കണ്ണിലൂടെ പ്രാർത്ഥിക്കുന്നു. മക്കളില്ലാത്തവർ പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഉദരാശയത്തിൽ കർത്താവ് ഗർഭാശയത്തിന് ശിഷ്ടമുള്ളവരെ അവരങ്ങയുടെ തിരുസന്നിധി അവരെ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവേ, നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. എൻ്റെ കർത്താവേ, സഭയുടെ സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവെ. അസ്ഥി രോഗികളെ, നടുവലിന് വേദനയുള്ളവരെ, കശകൾ തെറ്റിപ്പോയവരെ, കിഡ്നി രോഗികൾ കർത്താവ് സ്പർശിക്കണമേ. കരരോഗികൾ, ഹൃദയ രോഗികൾ കർത്താവ് സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശ്വാസകോശ രോഗികളെ, കോവിഡ് രോഗികളെ, ക്യാൻസർ രോഗികളെ കർത്താവ്, വ്യത്യസ്തങ്ങളായ രോഗികളെ കർത്താവ്, വേദനിക്കുന്നവർ, മക്കളില്ലാത്തവരുമാണ് കർത്താവ്, അതിൻ്റെ ഭാരമായിട്ട് കർത്താവ് ശിഷ്ടമുള്ളവർ, ഗർഭാശയത്തിന് കട്ടിക്കുറവ് കർത്താവ്, മൊബിലിറ്റി ഇല്ലാത്തവർ, കൗണ്ട് ഇല്ലാത്തവർ, എല്ലാ
എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ, ഞങ്ങൾ പ്രഖ്യാപിക്കുന്ന കർത്താവേ, നീ മാത്രം കർത്താവെന്ന് വിശ്വസിക്കുന്ന കർത്താവേ, നീ മാത്രം കർത്താവ് ദൈവമെന്ന് ഏറ്റുപറയുന്ന കർത്താവേ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിലെ സഭയുടെ അധികാരത്തിൽ കുറിച്ചിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തികൾ മാരക രോഗങ്ങൾ തീരാവ്യാധികൾ യേശു നാമത്തിൽ മാറിപ്പോട്ടെന്ന് കൽപ്പിക്കുന്നു. കർത്താവിന് ശക്തി വെക്കട്ടെ. കർത്താവ് വ്യത്യസ്തമായ ജീവിത അവസ്ഥകൾ കഴിയുന്നവര്, വിവാഹം ഒത്തുവരാത്തവര്, മക്കൾ ഇല്ലാത്തവർ, കർത്താവ് നിശ്ചയ ജോലിയില്ലാത്തവര്, സാമ്പത്തികമായ കടങ്ങളെ വിഷമിക്കുന്നവര്, കാർഷിക ഭൂമികളെ കർത്താവ് തകർന്നു പോയവര്, കീടം കയറിയവര്, കർത്താവ് ശത്രു കീടങ്ങൾ കർത്താവ് ആക്രമിക്കുന്നവര്, കർത്താവ് വരുമാനമില്ലാത്തവര്, സാമ്പത്തിക കടങ്ങളുള്ളവർ, വരുമാന മാർഗമുള്ളവർ ഇല്ലാത്തവർ, കർത്താവ് കടകൾ നടക്കുന്നവർ, വ്യവസായങ്ങൾ വ്യാപാരങ്ങൾ നടത്തുന്നവർ, സാമ്പത്തിക സ്ഥാപനങ്ങൾ നടത്തുന്നവർ, വ്യത്യസ്തങ്ങളായ ഇടങ്ങളിൽ കർത്താവ് വേദനിക്കുന്നവരെ എല്ലാവരെയും ഏറ്റു പ്രാർത്ഥിക്കുന്നു. മക്കൾ കർത്താവ് പഠിക്കാത്തവർ, മക്കൾ കർത്താവ് തെറ്റായ പ്രണയ ബന്ധങ്ങളിൽ കുടുങ്ങിപ്പോയവർ, വിശ്വാസമില്ലാത്തവർ, പ്രാർത്ഥനയില്ലാത്തവർ എല്ലാവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. ചെയ്യേ ദൈവവിളിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ്, ദൈവവിളിക്ക് പ്രതിസന്ധിയുള്ളവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഈശോ അവരെ സ്പർശിക്കണം കർത്താവ്. കർഷക തൊഴിലാളികൾ, മത്സ്യത്തൊഴിലാളികൾ എല്ലാവരെയും കർത്താവ്, ഉദ്യോഗസ്ഥന്മാർ, കർത്താവ് പ്രൊമോഷൻ നഷ്ടപ്പെട്ടവര്, പ്രൊമോഷന് വേണ്ടി പരിശ്രമിക്കുന്നവർ, ഒരു ട്രാൻസ്ഫർ വേണ്ടി ആഗ്രഹിക്കുന്നവർ, കർത്താവ് വിദേശ നാടുകളിൽ പോകാൻ ആഗ്രഹിക്കുന്നവർ, കർത്താവ് അവരെല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവ്. തടസ്സമുള്ളവർ, അവർക്ക് കർത്താവ് വിദേശ നാളിൽ അകപ്പെട്ടു പോയവർ, വിസയ്ക്ക് തടസ്സമുള്ളവർ, കർത്താവ് തിരിച്ചു പോരാൻ പറ്റാത്തവർ, അവിടെ കുടുങ്ങിപ്പോയവർ, കർത്താവ് അവരെല്ലാം സമയത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ്. അവിടെ ജോലിയില്ലാത്തവർ, കർത്താവ് ലിവിങ് വിസ കിട്ടാത്തവർ, കർത്താവിനെ സമയത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ്. അവിടെ ജോലി നഷ്ടപ്പെട്ടവരെ, കർത്താവ് ഇവിടെ ജോലി നഷ്ടപ്പെട്ട് കർത്താവ് നാട്ടിൽ വന്നവർക്ക് തിരിച്ചു പോകാൻ പറ്റാത്തവർ, കർത്താവ് വ്യത്യസ്തങ്ങളായ മേഖലകളിൽ ജോലി ചെയ്യുന്നവരെ യേശുവിന്റെ ഉന്നതമായ നാമത്തെ സ്പർശിക്കട്ടെ. കൊച്ചുമക്കൾ കർത്താവ്, അവർ പ്രാർത്ഥനയില്ലാത്തവർ, വഴിതെറ്റിപ്പോയവർ, കർത്താവ് അവരെല്ലാം സമയത്ത് പ്രാർത്ഥിക്കുന്ന തെറ്റായ കളികളിൽ കർത്താവ് ഏർപ്പെട്ടുകൊണ്ട്, കർത്താവ് കൊച്ചുമക്കളുടെ കർത്താവ് പഠനമില്ലാത്തവർ, കർത്താവ് അവരെല്ലാം കുഞ്ഞുങ്ങളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഈശോയെ ആഭിചാരങ്ങളിൽ കർത്താവ്, വ്യത്യസ്തങ്ങളായ ആഭിചാരങ്ങളിൽ പെട്ടുപെടുത്താവെ, ആത്മാവിന് കൃപ നഷ്ടപ്പെട്ടു പോയവരെ ശ്രദ്ധ പ്രാർത്ഥിക്കുന്നു കർത്താവെ. കുടുംബജീവിതം തകർന്നു പോയവരെ, കർത്താവ് വിവാഹ മോചനത്തിന് വേണ്ടി അപേക്ഷിക്കുന്നവരെ, കേസായിരിക്കുന്നവരെ, കേസിൽ തർക്കം നടന്നുകൊണ്ടിരിക്കുന്നവരെ, കർത്താവെ അങ്ങനെ ദിവസം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ. വീടില്ലാത്തവർ, വഴിയില്ലാത്തവർ, വെള്ളമില്ലാത്തവർ, കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന വ്യത്യസ്തങ്ങളായ പരീക്ഷകൾ എഴുതിയിട്ടുള്ളവർ, കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതായ റിസൾട്ട് പ്രതീക്ഷിക്കുന്ന കർത്താവെ, സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ആ പരീക്ഷ തോറ്റുപോകുന്ന കർത്താവ്, വേദനിപ്പിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഏജൻസിക്ക് പണം കൊടുത്തിട്ട് കർത്താവെ, അതുപോലെ പല 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 റിക്രൂട്ട്മെന്റ് കർത്താവ് ഇടപെടേണ്ട കർത്താവ്, അതിന് മറുപടി ഇല്ലാതെ കർത്താവെ, അതിന് റിപ്ലൈ ഇല്ലാതെ വേദനിക്കുന്നവരെ, ഇമെയിൽ നോക്കി കർത്താവ് വിഷമിക്കുന്നവരെ, എന്തെല്ലാം തരത്തിൽ വേദന അനുഭവിക്കുന്നു, അങ്ങനെ എല്ലാ മക്കളെ ശ്രദ്ധ പ്രാർത്ഥിക്കുന്ന ചിരങ്ങ രോഗികൾ, ചൊറി രോഗികളെ കർത്താവെ, വിസർപ്പ രോഗികൾ, സോറിയാസിസ് രോഗങ്ങൾ കർത്താവെ, എല്ലാ മക്കളെ ശ്രദ്ധ പ്രാർത്ഥിക്കുന്നു കർത്താവ്. രക്തത്തെ സ്പർശിക്കണമേ, രക്താർബുദങ്ങളെ സ്പർശിക്കണമേ, രക്തത്തെ കർത്താവ് രക്തം നിറയട്ടെ, രക്തത്തിൽ കർത്താവ് രക്തം നിറയട്ടെ. മാരക രോഗങ്ങൾ, തീരാവ്യാധികള് യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ മാരക രോഗങ്ങളും ജീവിത ദുരിതങ്ങളും യേശു നാമത്തെ അമ്മമാതാവിന്റെ മധ്യസ്ഥത്തിൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ മഹത്വം, മഹത്വം. നീവൊരു ദൈവകാരുണ്യമേ, നീവൊരു ദൈവകാരുണ്യമേ, നീവൊരു ദൈവകാരുണ്യമേ, നീ